ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക സൈക്കിൾ ദിനമാണ്. സൈക്ലിങ്ങിലൂടെ ആരോഗ്യം, തുല്യത, സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൈക്കിളുകളുടെ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക സൈക്കിൾ ദിനം ആചരിക്കുന്നത്. പണ്ട് മുതലേ മനുഷ്യർക്കിടയിലെ പ്രിയപ്പെട്ട ഗതാഗത മാർഗങ്ങളിലൊന്നാണ് സൈക്ലിംഗ്. ഇപ്പോൾ സൈക്ലിംഗ് ഒരു വ്യായാമ മാർഗവും കൂടിയായി മാറിയിരിക്കുകയാണ്. അത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരവുമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയും ഇതുവഴി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. സൈക്കിളുകളുടെ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുകയാണ്. 2 നൂറ്റാണ്ടുകളായി ഉപയോഗത്തിലുള്ള ഗതാഗത മാർഗങ്ങളിലൊന്നായ സൈക്കിളിന്റെ സവിശേഷതകളും അവ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചത്. പരിസ്ഥിതി സംരക്ഷണവും ആരോഗ്യവും പരിപോഷിപ്പിക്കുന്ന ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗമാണ് സൈക്കിളെന്നും അസംബ്ലി നിരീക്ഷിച്ചിരുന്നു. കാലം മാറിയതനുസരിച്ച് കോലത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച സൈക്കിളിന് പിന്നിലും കൗതുകകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിൽ സവാരിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് കുതിരകളെയാണ്. 1817 കാൾ വോൺ എന്ന ജർമ്മൻകാരൻ കുതിരകളില്ലാതെ ഒരു വാഹനം കണ്ടുപിടിച്ചു. 2 ചക്രങ്ങൾ മുന്നിലും പിന്നിലുമായി ബന്ധപ്പെടുത്തി ഇടയിലൊരു സീറ്റും ഘടിപ്പിച്ച ഇതിന് പക്ഷെ പെഡലുകളില്ലായിരുന്നു. പകരം നമ്മൾ പാദങ്ങൾ ഉപയോഗിച്ച് നിലത്തേക്ക് തള്ളി വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ ഉപകരണത്തിന്റെ പേര് ഡ്രൈസിൻ. കാൾ വോൺ പിന്നീട് തന്റെ യാത്രാമാർഗത്തിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഡ്രൈസിനായിരുന്നു. പറഞ്ഞു വരുന്നത് ഇത്രമാത്രം, ഇന്നത്തെ സൈക്കിളിലേക്ക് എത്തുന്നതിന് ഡ്രൈസിൻ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. 1870കളുടെ തുടക്കത്തിലാണ് ഹൈ വീൽ സൈക്കിളുകൾ ഉപയോഗത്തിൽ വന്നു തുടങ്ങിയത്. അതിനു മുന്നേ സൈക്കിൾ എന്ന പേര് പോലും അത്ര ജനകീയമായിരുന്നില്ല. 1935 25കാരനായ ഫ്രെഡ് എ ബെർച്ച്മോറാണ് സൈക്കിളിൽ ആദ്യമായിട്ട് ലോകം ചുറ്റിയത്. യൂറോപ്പ്, ഏഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലൂടെ 40,000 മൈലുകൾ അദ്ദേഹം പിന്നിട്ടു. 2023 ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് വേണ്ടത്ര ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ് മൂലം ഓരോ വർഷവും യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമായി ഏകദേശം 1 ദശലക്ഷം ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ്. സൈക്ലിംഗ് ചെയ്യുന്നത് ഇത്തരം മരണങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. സൈക്കിൾ സവാരി സ്ഥിരമാക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം. ആഗോളതലത്തിൽ 80ലധികം രാജ്യങ്ങൾ ലോക സൈക്കിൾ ദിനം ആഘോഷിക്കാറുമുണ്ട്. സ്ലോ സൈക്ലിംഗ്, സൈക്കിൾ റേസിംഗ് പോലുള്ള നിരവധി മത്സരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഈ ദിവസത്തിൽ നടത്താറുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം 24/7.